വാസ്തവത്തിൽ പിൻസീറ്റിലിരുന്നു കൊണ്ട് ഭരിച്ചിരുന്നത് സേതു പാർവതിബായിയും CP രാമസ്വാമി അയ്യരുമായിരുന്നു. ഇദ്ദേഹത്തെ അലങ്കാരമായിട്ട് മുമ്പിൽ പ്രതിഷ്ഠിച്ചിരുന്നു. ആരെ? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ. അദ്ദേഹം കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അമ്മയുടെ മുമ്പിൽ നിഷ്പ്രഭനായിപ്പോയി. അപ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര തിരുവിതാംകൂർ CPയെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. പക്ഷേ CP അതിന് കൂട്ടുനിന്നു. കാരണം എന്താ? നിങ്ങൾക്കറിഞ്ഞുകൂടാ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്, രേഖകൾ. എൻ്റെ ചിത്തിര തിരുനാളിനെ പറ്റിയുള്ള ജീവചരിത്രത്തിൽ അത് പറയാനായി മാറ്റി വച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് ആയുധം വാങ്ങിക്കാനായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ ആയുധങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ കമ്മീഷൻ കിട്ടും. ആ കമ്മീഷൻ CP രാമസ്വാമി അയ്യർക്ക് താല്പര്യമുണ്ടായിരുന്നു. പുന്നപ്ര വയലാറിന് എവിടെ നിന്നാണ് മെഷീൻ ഗണ്ണുകൾ ഇറക്കുമതി ചെയ്തത്? നമ്മൾ ആലോചിച്ച് നോക്കുക. അമേരിക്കയിൽ നിന്ന്. അമേരിക്കയിലെ ഗൺ ഡീലറിൽ നിന്നാണ് ഈ പുന്നപ്ര വയലാർ ആക്ഷന് വേണ്ടിയിട്ടുള്ള മെഷീൻ ഗണ്ണ് വാങ്ങിച്ചത്. അതിന് കമ്മീഷൻ കിട്ടി. അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് വാങ്ങിക്കാനും അതുപോലെ തന്നെ ആയുധങ്ങൾ വാങ്ങിക്കാനും ഗൗരവമായ ചർച്ച നടന്നിരുന്നു. കവടിയാർ കൊട്ടാരത്തിൽ വെച്ചാണ് ആ ചർച്ചകൾ നടന്നത്. ആ ചർച്ചയിൽ പങ്കെടുത്ത ആളിൽ നിന്ന് നേരിട്ട് ഞാൻ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം വഹിച്ച പങ്കിനെ പറ്റി, അദ്ദേഹം വഹിച്ച ഒരു പദവി വഹിച്ചിരുന്ന ആളാണ്, അത് ഞാൻ പറയുന്നില്ല. എന്ന് മാത്രമല്ല, ആലുവ കൊട്ടാരത്തിലേക്ക് പട്ടാളത്തെ അയച്ചു. ആർക്കെങ്കിലും അറിയാമോ? ആലുവ പാലസിലേക്ക് ട്രാവൻകൂർ ഫോഴ്സിനെ അയക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഇന്ത്യൻ എയർഫോഴ്സ് കൊച്ചിയിൽ വരും. കൊച്ചി അന്ന് 1948 ആയപ്പോൾ 7 അവിടെ കൊച്ചി എയർപോർട്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ആയിരുന്നു. അപ്പോൾ 47 ഓഗസ്റ്റിൽ തന്നെ കൊച്ചി ഇന്ത്യൻ യൂണിയന് കിട്ടിക്കഴിഞ്ഞു. അതേസമയത്ത് കൊച്ചിയുടെ ബാക്കി പ്രദേശങ്ങൾ 48 കിട്ടുന്നത്. ഇത് 47 ഓഗസ്റ്റിൽ തന്നെ കൊച്ചി എയർപോർട്ട് കിട്ടിക്കഴിഞ്ഞു. ഈ എയർപോർട്ടിലേക്കായിരിക്കും ഇന്ത്യൻ എയർഫോഴ്സ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് വരികയാണെങ്കിൽ പുന്നപ്ര വയലാർ വഴി മാർച്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ, റവല്യൂഷണറീസിനെ അല്ലെങ്കിൽ റവല്യൂഷണറീസിനെ അനുകൂലിക്കുന്ന ആളുകളെ ആർമിയെ വെൽക്കം ചെയ്യും. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആലുവയിലാണ് ഫോഴ്സിനെ നിർത്തിയത്. എന്നിട്ട് ഒന്നും ഉണ്ടായില്ല. CP പറഞ്ഞു ഇനി കളിക്കരുതെന്ന് വാൺ ചെയ്തു. തീ കൊണ്ട് കളിക്കരുത് എന്ന് CP വാൺ ചെയ്തു. രാജകുടുംബത്തെ. CP തന്നെയാണ് രാജകുടുംബത്തിന് താക്കീത് കൊടുക്കുന്നത്. ഇനി അതിനെപ്പറ്റിയും ഞാൻ ഒരാളിൽ നിന്ന് കൃത്യമായും മനസ്സിലാക്കിയിട്ടുണ്ട്, അത് പറയാം. CP കൂടെ ചേർന്നിട്ടല്ലേ ആദ്യം അങ്ങനെയാണ്. പക്ഷേ അവസാനം CP രാമസ്വാമി അയ്യരെ സർദാർ പട്ടേൽ ക്ഷണിച്ചിട്ട് പറഞ്ഞു, ആ സംഭവം ഞാൻ പറയാം. ഒരു ചരിത്ര പുസ്തകങ്ങളിലും പറയാത്തതാണ്, പക്ഷേ ഞാനത് റിവീൽ ചെയ്യാം. അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPയെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ 2 കസേരകളിൽ 2 പേര് ഇരിപ്പുണ്ട്. ഒന്ന് ജൂനഗഡിലെ ദിവാൻ, മറ്റേത് ഹൈദരാബാദിലെ ദിവാൻ. 2 പേരെയും ഞാൻ ഇലക്ട്രിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ചുമ്മാതായിരിക്കാം, ഭീഷണിപ്പെടുത്തിയതായിരിക്കാം. പക്ഷേ സർദാർ പട്ടേൽ CP രാമസ്വാമി അയ്യരോട് പറഞ്ഞത് ഇതാണ്: 3ാമത്തെ കസേര CP രാമസ്വാമി അയ്യർക്ക്. പക്ഷേ CP രാമസ്വാമി അയ്യരോട് അവിടെ ഇരിക്കാൻ പറയാൻ എനിക്ക് വിഷമമുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിരുന്നു. ഒരു കാലത്ത് സർദാർ പട്ടേലിനേക്കാൾ സീനിയർ ആയിട്ടുള്ള നേതാവായിരുന്നു CP രാമസ്വാമി അയ്യർ. അദ്ദേഹം ഹോം റൂളിന് വേണ്ടിയാണ് വാദിച്ചത്. ആനി ബെസൻറ്റിൻ്റെ കൂടെയാണ് നിന്നിരുന്നത്. പൂർണ്ണ സ്വരാജിന് വേണ്ടി ഗാന്ധി വാദിച്ചപ്പോഴാണ് കോൺഗ്രസുമായിട്ട് പിണങ്ങിയിട്ട് CP രാമസ്വാമി അയ്യരെ കോൺഗ്രസ് വിട്ടത്. അതുകൊണ്ട് CP രാമസ്വാമി അയ്യരോട് ആ കസേരയിൽ ഇരിക്കാൻ ഞാൻ മറ്റവർ 2 പേർക്കും സമയം കൊടുത്തിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തിയതായിരിക്കും. നോക്കിയപ്പോൾ ഈ CP രാമസ്വാമി അയ്യർ നോക്കിയപ്പോൾ 2 പേര് അവിടെ ഇരിപ്പുണ്ട്. ബൈ ഫോഴ്സിൽ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുമെന്ന് പറഞ്ഞു. CP രാമസ്വാമി അയ്യർ വേഗം ഡൽഹിയിൽ നിന്ന് ഇവിടെ തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റിലെത്തിയിട്ട് പറഞ്ഞു, ഇനി ഈ കളി നമുക്ക് നിർത്താം എന്ന് പറയുന്നു. അങ്ങനെയാണ് ഭീഷണിപ്പെടുത്തി തന്നെയാണ് അക്സഷനിലേക്ക് ഈ കാര്യങ്ങൾ വന്നെത്തിയത്. അതിനിടയ്ക്ക് അസാസിനേഷൻ അറ്റംപ്റ്റ്, CPയെ കൊല്ലാനുള്ള ശ്രമം നടക്കുകയാണ്, അറിയാമല്ലോ.
ആ സമയത്ത് ലൈറ്റ് അണയുകയാണ്. ഇന്നും ഈ ലൈറ്റ് അണഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് ഒരു ഹിസ്റ്റോറിയൻ്റെ പുസ്തകത്തിലും പറയുന്നില്ല. അതേസമയത്ത് കെ ശിവശങ്കരൻ നായർ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ ഒരു തിയറിയുണ്ട്. അത് സർദാർ പട്ടേലിൻ്റെ ഇൻ്റർഫിയറൻസിലാണ് അത് ലൈറ്റ് ഓഫ് അണഞ്ഞത്. അതായത് CP രാമസ്വാമിയെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ എന്ന് പോലും വല്ലഭായ് പട്ടേൽ തീരുമാനിച്ചേക്കാം, അല്ലെങ്കിൽ വല്ലഭായ് പട്ടേലിന് വേണ്ടി തീരുമാനിച്ചേക്കാം, അറിഞ്ഞുകൂടാ. KCS മണി തീർച്ചയായിട്ടും കണ്ടെത്തിയത് ശ്രീകണ്ഠൻ നായരാണ്, N. ശ്രീകണ്ഠൻ നായരാണ്. അന്ന് പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ CPയെ അസാസിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരെന്ന് പറഞ്ഞിട്ട് 3-4 ഫോട്ടോസ് അവർക്ക് കിട്ടിയിരുന്നു. അതിലൊന്നും KCS മണിയുടെ ഫോട്ടോ ഇല്ലായിരുന്നു. ഇല്ല എന്നാണ് എനിക്ക് കിട്ടിയ കൃത്യമായ വിവരം വെച്ച് പറയുകയാണ്. Which means you're telling us that Vallabhbhai Patel might have had a role in... അല്ലെങ്കിൽ അന്നത്തെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ ഒന്നുകൂടി മൈൽഡാക്കുന്നു. വല്ലഭായ് പട്ടേലല്ല, അന്നും ഈ റോയ്ക്കൊക്കെ പകരം ആഭ്യന്തര വകുപ്പ് വളരെ ശക്തമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു സീക്രട്ട് ഓപ്പറേഷൻ, ഞാൻ പറഞ്ഞില്ലേ പ്ലാൻ B. പ്ലാൻ A എന്ന് പറയുന്നത് നോർമൽ കേസിൽ അക്സഷനും എല്ലാം നടക്കുക. ഇനി അവസാനവും നടന്നില്ല. അവസാനവും പറഞ്ഞ പോലെ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ പത്മനാഭനോട് അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞു, അറിയാമല്ലോ. അപ്പോൾ VP മേനോൻ പറഞ്ഞു അതൊക്കെ ഞാൻ നേരത്തെ പത്മനാഭനെ കണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അറിയാമല്ലോ. വളരെ അപമര്യാദയായിട്ട് പെരുമാറി. ആരോട്? ഈ പറയുന്ന ബാലരാമവർമ്മയോട്, ചിത്തിര തിരുനാളിനോട്. സാറ് പറയുന്ന അനുസരിച്ച് മണിയുടെ ആക്ഷൻ്റെ ഒരു സഡൻ പ്രൊവോക്കേറ്റീവ് ആക്ഷൻ എന്നുള്ളതിനപ്പുറത്ത് ഒരു ഹിഡൻ കോൺസ്പിറസി, ഒരു ലാർജർ മണിയുടേത് ഒരു കോൺസ്പിറൻസിയുടെ തുടർച്ചയാണ്. പക്ഷേ പല കോൺസ്പിറസികൾ അന്നുണ്ടായിരുന്നു. അതെ. മണിക്ക് എന്തെങ്കിലും കാരണവശാൽ സാധിച്ചില്ലെങ്കിൽ വേറൊരു തരത്തിൽ അസാസിനേഷൻ ചെയ്യാനായിട്ടുള്ള ആലോചനകൾ വരെ ഉണ്ടായിരുന്നിരിക്കണം. നമുക്കിപ്പോൾ ഞാൻ ആരുടെയും കൺഫെഷൻസ് പറയുകയല്ല, ഒരു പോസിബിലിറ്റി എന്നുള്ള നിലയിൽ പറഞ്ഞതേ ഉള്ളൂ. സർദാർ പട്ടേൽ പക്ഷേ ഈ ഇലക്ട്രിക്യൂട്ട് ചെയ്യാൻ CP രാമസ്വാമി അയ്യരോട് പറഞ്ഞു എന്നുള്ളത് CPയുടെ ഒരു ബയോഗ്രഫീസിലും വന്നിട്ടില്ല. പക്ഷേ ഇത് CP രാമസ്വാമി അയ്യർ തന്നെ കൺഫസ് ചെയ്തത്, പറഞ്ഞത് ആണ് ഞാൻ ഇപ്പോൾ കോട്ട് ചെയ്യുന്നത്. ഇല്ല, ഒരു റെക്കോർഡ്സിലും വന്നിട്ടില്ല. CPക്ക് ആ ഒരു ഭയം ഉണ്ടായിരുന്നത് കൊണ്ടാണോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവനവൻ്റെ ജീവനിൽ ഭയം ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, CPക്ക് നല്ല ഓഫർ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു. CP എപ്പോഴും അധികാരം ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ CPക്ക് നല്ല ഒരു ഓഫർ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും CPയെ പറ്റിച്ചു. CPയുടെ മകനെയാണ്, നരസിംഹനെയാണ് ഒരു സ്റ്റേറ്റ് മിനിസ്റ്റർ ആക്കിയത്. CPയെ ഒരു 4 അയലത്തെ അധികാരത്തിൻ്റെ 4 അയലത്തെ അടുപ്പിച്ചില്ല. പിന്നെ ആകെ ചെയ്തത് മരിച്ചു കഴിഞ്ഞപ്പോൾ ലണ്ടനിൽ നിന്ന് ഡെഡ് ബോഡി ഒരു സ്പെഷ്യൽ എയർക്രാഫ്റ്റിൽ കൊണ്ടുവന്നു എന്ന് പറയുന്ന ഒരു മര്യാദ കാണിച്ചു. ഈ CPക്ക് നേരെയുണ്ടായ അറ്റംപ്റ്റ് സാർ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ സർദാർ പട്ടേൽ അല്ലെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റെങ്കിലും അറിഞ്ഞിരിക്കണം. സർദാർ പട്ടേൽ അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണല്ലോ നമ്മൾ സർദാർ പട്ടേൽ എന്ന് പറയുന്ന വ്യക്തി, അയൺ മാൻ എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ അങ്ങനെയല്ലേ, രാജ്യത്തിന് വേണ്ടി, അല്ലാണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടല്ല. അല്ല, ഇന്നത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ സർദാർ പട്ടേൽ ഒരു ഓവർആർച്ചിങ് ഫിഗർ ആയിരിക്കുമ്പോൾ പട്ടേലിനെതിരെ വരുന്ന ഒരു വലിയ അലിഗേഷൻ. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് CP രാജകുടുംബത്തെ മിസ്ലീഡ് ചെയ്യുന്നു എന്ന് കരുതിയിട്ടാണോ ചെയ്തത്, അതോ ഇവർക്ക് രണ്ടുപേർക്കും ഈക്വൽ? അങ്ങനെയല്ല, സർദാർ പട്ടേലിന് ഇവിടുത്തെ വിവരങ്ങൾ കൃത്യമായി അറിയാമായിരുന്നു. സർദാർ പട്ടേൽ CPയോട് ആവശ്യപ്പെട്ടത് താങ്കൾ ഉപദേശിക്കണം അവരെ, താങ്കൾ ഉപദേശിച്ചാൽ അവർ കേൾക്കും. ഇതായിരുന്നു പട്ടേലിൻ്റെ ധാരണ. അതെ, അന്ന് ഇവിടുന്ന് ഇൻ്റലിജൻസ് കൃത്യമായിട്ട് പോയിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഉണ്ടല്ലോ. ഈ ബ്രിട്ടീഷ് ഇൻ്റലിജൻസുകാരെല്ലാം ഉടൻ തന്നെ അവരുടെ ലോയൽറ്റീസ് മാറിയല്ലോ. അപ്പോൾ ആ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് തന്നെയാണ് ഈ സർദാർ പട്ടേലിന് ഇൻ്റലിജൻസ് കൈമാറിയിരുന്നത്. അതെ, CP ഉപദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് അറിയാം, കൃത്യമായിട്ടറിയാം. അമ്മ മഹാറാണിയെ ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയാം. ഇതുവരെ
വെളിപ്പെടുത്താത്ത മറ്റൊരു കാര്യം, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മരണസമയത്ത് ചിത്ര തിരുനാൾ ഫ്യൂണറലിന് പോയില്ല. ഫ്യൂണറലിന് പോകാത്തപ്പോൾ പകരം ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ അയച്ചു. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഫ്യൂണറലിന് അറ്റൻഡ് ചെയ്തു. ഫ്യൂണറലിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മണി ബെൻ പട്ടേൽ ദേഷ്യപ്പെട്ടു. നിങ്ങളല്ല പറയേണ്ടത്, ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് പറയേണ്ടത്. എന്നിട്ട് പകുതി ആത്മകഥമായിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛനില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠൻ ജയിലിൽ കിടക്കേണ്ട ആളായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് കാര്യം മനസ്സിലായല്ലോ. പക്ഷേ ആരാണ് ഇവിടെ ഇടനില നിന്നതെന്നും കൂടി പറയാം. ചിത്ര തിരുനാളിനെ വാസ്തവത്തിൽ അക്സഷൻ നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നെങ്കിൽ ചിത്ര തിരുനാളിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു കൂ ഉണ്ടാകുമായിരുന്നു. രണ്ടും സംഭവിക്കാം. ഹൈദരാബാദിൽ സംഭവിച്ചതുപോലെ ഒരു പോലീസ് ആക്ഷനും അവരാലോചിച്ചിരുന്നു. അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ സി രാജഗോപാലാചാരി മീഡിയേറ്ററായിട്ട് പോയി. അപ്പം സി രാജഗോപാലാചാരി അന്ന് ഗവർണർ ജനറലാണ്. അദ്ദേഹം പറഞ്ഞു ചിത്ര തിരുനാൾ മഹാശുദ്ധനാണ്, മാത്രമല്ല നമ്മുടെ ഒരു ഹിന്ദു രാജാവാണ്. അപ്പം നമ്മൾ ഈ സ്വതന്ത്ര ഇന്ത്യ മതേതര രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞാലും നമ്മളെ ഒരു ഇവിടുത്തെ പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒഫീഷ്യലി ഹിന്ദു രാഷ്ട്രമല്ലെങ്കിലും ഇമോഷണലി ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്. തിരുവിതാംകൂർ ഒഫീഷ്യലി ഹിന്ദു രാഷ്ട്രമായിരുന്നില്ല, തിരുവിതാംകൂറായിരുന്നു. ഞാൻ പറഞ്ഞ ഇന്ത്യയുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ആദ്യം ചെയ്യുന്ന ഒരു ഹിന്ദു രാജാവിനെ പിടിച്ച് ജയിലിലിടണ്ട എന്നാര് പറഞ്ഞു? സി രാജഗോപാലാചാരി. അന്ന് രാജഗോപാലാചാരിയുടെ വാക്കുകൾക്ക് വലിയ വില കൊടുത്തിരുന്നു. നെഹ്റു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വില പട്ടേൽ കൊടുത്തിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്.